പ്രിയപ്പെട്ട ഉസ്മാൻ സാഹിബേ, നിങ്ങൾക്ക് സത്യസന്ധതയുണ്ടെങ്കിൽ, സത്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ അതനുസരിച്ച് നീങ്ങും എന്ന് പറയുന്ന ആ ഒരു ആംബിയർ താങ്കൾ കാണിച്ചില്ലേ, ഉണ്ടെങ്കിൽ താങ്കൾ ദയവ് ചെയ്തിട്ട് ഇനിയുള്ള 2 മിനിറ്റ് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ആ സത്യം ബോധ്യമാവും. അത് ബോധ്യമായാലും ബോധ്യപ്പെട്ടു എന്ന് പറയാനുള്ള മനസ്സ് വേണം. കണ്ണടച്ചിരുട്ടാക്കിയിട്ട് കാര്യമില്ല. നിങ്ങൾ കേൾക്ക്. ഉസ്മാൻ സാഹിബേ, നിങ്ങൾക്ക് പറഞ്ഞ വാക്ക് പാലിക്കും എന്നൊരു സ്വഭാവമുണ്ടെങ്കിൽ അത് ഒരു വിശ്വാസിയുടെ സ്വഭാവമാണ് എന്ന ഉറച്ച വിശ്വാസം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ പോയി ചോദിക്കണം. ഒരിക്കൽ കൂടി ഞാൻ ആ വോയിസ്, ഇപ്പൊ നമ്മൾ കേട്ട വോയിസിന്റെ അവസാന ഭാഗം ഒരിക്കൽ കൂടി കേൾപ്പിക്കുന്നു. ഇത് ഉസ്മാൻ പത്തപ്പിരിയത്തിന്റെ സ്പെഷ്യൽ ഡെഡിക്കേഷൻ. കേൾക്കി. ഇവിടെ മൻസൂർ മണ്ണാർക്കാട് ഒരു വീഡിയോ ഇപ്പൊ നിരന്തരമായി 2-3 പ്രാവശ്യം ചെയ്തു. ഞാനും അതിന് മറുപടിയായിട്ട് ഞാനും ചെയ്തിരുന്നു. ഇപ്പോൾ ഒരു 2 ദിവസം മുമ്പ് വീണ്ടും മൻസൂർ മണ്ണാർക്കാട് വന്നിട്ടുള്ളത് എന്താണ് വിഷയമെന്ന് ചോദിച്ചാൽ, വീണ്ടും സഫ്വാൻ സഖാഫിയെ സംബന്ധിച്ച് തന്നെയാണ് ഇദ്ദേഹം വീണ്ടും വന്നിട്ടുള്ളത്. അതിന്റെ ക്യാപ്ഷൻ കൊടുത്തിട്ടുള്ളത് തന്നെ അസ്സലാമലൈക്കും ഉസ്മാൻ പത്തപ്പിരിയം. അതിന്റെ ക്യാപ്ഷനൊക്കെ എല്ലാവരും വായിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഇനിയിപ്പോ ആ ക്യാപ്ഷനെ കുറിച്ചൊന്നും ഇനിയിപ്പോ നമ്മൾ കൂടുതൽ സംസാരിക്കേണ്ടതില്ല. പിന്നെ ഞാൻ പറഞ്ഞു വന്നത് സഫ്വാൻ സഖാഫിയെ കുറിച്ചാണ് എന്നുള്ളതാണ് താങ്കൾ ഉന്നയിക്കുന്ന ആരോപണം. അതൊരു സത്യമല്ലേ? താങ്കൾ എന്നോട് സംവദിച്ചു വന്നതും ആ ഒരു വിഷയം സംബന്ധിച്ചുകൊണ്ട് തന്നെയാണ്. ഇന്ന് ഈ വീഡിയോയിലൂടെ എനിക്ക് പറയുവാനുള്ള ചില കാര്യങ്ങൾ, ചില പരമാർത്ഥങ്ങൾ, അത് വിശദീകരിക്കുന്നതിന് മുമ്പ്, അത് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നതിന് മുമ്പേ ഉസ്മാൻ പത്തപ്പിരിയത്തിനോട് പറയുവാനുള്ളത്, ഉസ്മാനെ ഇങ്ങള് മെല്ലെ തടി തപ്പിക്കോളിയും. താങ്കൾ ഈ വീഡിയോയിലൂടെ ഒരു ഭാഗത്ത് പറയുന്നുണ്ട് സഫ്വാന്റെ അടുത്ത് തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ചോദ്യം ചെയ്യും എന്നൊക്കെ പറയുന്നുണ്ട്. താങ്കൾ ചോദ്യം ചെയ്യുന്നില്ല എന്നുള്ളത് അറിഞ്ഞുകൊണ്ട് തന്നെ പറയട്ടെ, ഈ വീഡിയോയിലൂടെ താങ്കൾ പരാമർശിക്കുന്ന വിഷയവും ഞാൻ പറയുന്ന വിഷയവും രണ്ടാണ്. താങ്കൾ പറയുന്നത് സഫ്വാൻ സഖാഫിയുടെ മൊബൈൽ എടുത്തുകൊണ്ട് ഫലിൽ എന്ന് പറയുന്ന ഹാഫിലായ ഒരു മുസ്ലിയാർ കുട്ടി അയാള് വീഡിയോ ചെയ്തു എന്നാണ് പറയുന്നത്. എന്നാൽ താങ്കൾ അവതരിപ്പിക്കുന്ന സിദ്ദീഖ് സുഹരിയുടെ വീഡിയോയിലൂടെ പറയുന്നത് അത് മറ്റു 2 മൊബൈലുകൾ വെച്ചുകൊണ്ട് അതിങ്ങനെ സംഘടിപ്പിച്ചെടുത്തു എന്നുള്ളതാണ്. എന്നാൽ ഈ വീഡിയോയിൽ ഞാൻ വീണ്ടും ആ തെളിവ് ഇവിടെ കൊണ്ടുവരാം. അതില് സഫ്വാൻ സഖാഫി അദ്ദേഹത്തിന്റെ നാവ് കൊണ്ട് പറയുന്നുണ്ട് ഈ പറയപ്പെട്ട കിസ് എന്ന് പറയുന്ന ആ വിഷയം, ആ കിസ് മൂപ്പർ തന്നെ എഴുതിയതാണ്, ഞാൻ ആ അർത്ഥത്തിലല്ല എന്ന് പറയുന്ന തെളിവ് വീണ്ടും ഒരിക്കൽ കൂടി ഞാൻ ഇവിടെ കൊണ്ടുവരാം. ഇനി അദ്ദേഹത്തിന്റെ വീഡിയോ ഒന്നും കാണിക്കുന്നില്ല, മറ്റൊന്നുമല്ല, അവർക്ക് എന്ത് വേണേലും പറയാം. നമ്മൾ അവരുടെ വീഡിയോ ശകലം എടുത്തു കഴിഞ്ഞാൽ അവർ പണം മുടക്കിക്കൊണ്ട് നമുക്ക് കോപ്പിറൈറ്റ് തരികയും നമ്മുടെ വീഡിയോ റിമൂവ് ചെയ്യപ്പെടുകയും ചാനലിന് മറ്റുള്ള പ്രോബ്ലങ്ങളൊക്കെ തരികയാണ്. അതിന് പകരം വീഡിയോ കാണിച്ചിട്ടില്ലെങ്കിലും അവർക്ക് ചെയ്യാൻ കഴിയും. കാര്യം അവരുടെ കയ്യിൽ ഇഷ്ടം പോലെ പൈസയുണ്ട്. എനിക്ക് ജീവിക്കാൻ പോലും ഉള്ളത് എന്റെ കയ്യിലില്ല. അപ്പൊ പിന്നെ നമുക്ക് അവർക്കെതിരെ കോപ്പിറൈറ്റ് ചെയ്യാനൊന്നും കഴിയില്ല. ഇനി കോപ്പിറൈറ്റ് ചെയ്യാൻ കഴിയുമെങ്കിൽ തന്നെ, കയ്യിൽ പണമുണ്ടെങ്കിൽ തന്നെ അത് ഒരാൾക്കെതിരെയും ഞാൻ ചെയ്യില്ല. കാര്യം ഈ വീഡിയോകൾ ചെയ്യുമ്പോൾ അതിൽ ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ അത് തിരുത്തുക, അതിന്റെ സത്യാവസ്ഥ പറയുക എന്നുള്ളതാണ് ഒരു സത്യസന്ധനായ ആള് ചെയ്യേണ്ടത്. എന്നാൽ കോപ്പിറൈറ്റ് അടിച്ചിട്ട് വീഡിയോ ഇല്ലാതെ അയക്കുന്നത് അത് മറ്റൊന്നും ഉണ്ടായിട്ടല്ല, അത് അവരുടെ അടുത്ത് തെറ്റുണ്ട്, ഈ പറയുന്നതിൽ സത്യമുണ്ട് എന്നുള്ള ഉറപ്പിന്റെ മുകളിലാണ്. ഇനി കോപ്പിറൈറ്റ് അടിച്ച് എന്റെ വീഡിയോ കളഞ്ഞാലും എനിക്ക് വിഷയമൊന്നുമില്ല. ഇവിടെ അദ്ദേഹം പറയുന്ന 1-2 കാര്യങ്ങൾ പറയാം, ഇവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒന്ന്, നോമ്പിന് അന്നപാനീയങ്ങളും ലൈംഗികതയും മാത്രമാണ് നിഷിദ്ധമാക്കിയിട്ടുള്ളത്, ബാക്കിയെല്ലാം ആവാം എന്ന തോതിൽ അദ്ദേഹം എന്നെ കുറിച്ചൊരു പരാമർശം നടത്തി. അങ്ങനെയല്ല സഹോദര ഉസ്മാൻ പത്തപ്പിരിയം. നമുക്ക് റമദാൻ മാസത്തിൽ പ്രത്യേകമായി നിഷിദ്ധമാക്കിയിട്ടുള്ളത് പകൽ സമയത്ത് അന്നപാനീയങ്ങൾ, ഭക്ഷണം കഴിക്കലും വെള്ളം കുടിക്കലും. അതിപ്പോ ഭക്ഷണം, വെള്ളം, അത് എന്തും ആവട്ടെ. അതുപോലെ തന്നെ ലൈംഗികതയും, നമ്മുടെ അകത്തേക്ക് എന്തെങ്കിലും പ്രവേശിക്കുന്നത്, അത് മാത്രമാണ് പ്രത്യേകമായി നിഷിദ്ധമാക്കിയിട്ടുള്ളത്. കള്ളം പറയല് റംസാനിക്കും പാടില്ല, റംസാന്റെ മുമ്പും പാടില്ല, റംസാന് ശേഷവും പാടില്ല. നമീമത്ത് പറയല്, പരദൂഷണം പറയല്, അതുപോലെ തന്നെ ഹറമിലൊക്കെ പോയിട്ടുള്ള അത്തരത്തിലുള്ള പരിപാടികൾ ഉണ്ടല്ലോ, ഈ അനാവശ്യ മെസ്സേജ് ചെയ്യല്, അതൊന്നും റംസാന് മുമ്പേയും പാടില്ല, റംസാന് ശേഷവും പാടില്ല. അപ്പൊ പിന്നെ റംസാന് പ്രത്യേകമായിട്ട് അത് നിഷിദ്ധമാക്കിയിട്ടില്ല. ആ ഒരു അർത്ഥത്തിലാണ് പറഞ്ഞിട്ടുള്ളത്. താങ്കൾ തെറ്റിദ്ധരിച്ചതാണെങ്കിൽ അത് തിരുത്തുക. പിന്നെ ലമീർ മടങ്ങുന്ന വിഷയം,
അത് ഞാൻ ആരോപിച്ചതല്ലോ, താങ്കൾ പറഞ്ഞതല്ലേ. സിദ്ദീഖ് സുഹരിയെ താങ്കൾ വാപ്പാക്ക് വിളിക്കുകയും ഹയവാന് വിളിക്കുകയൊക്കെ ചെയ്തു. അതിന്റെ ലമീർ എന്നിലേക്കും മടങ്ങും. അതിന് ഞാൻ താങ്കളെ സഹോദര, സാധു, താങ്കളെ ഒന്നും വിളിച്ചിട്ടില്ല. പ്രിയമുള്ളവരെ, ഈ കാര്യങ്ങൾ പറഞ്ഞു പോകുമ്പോ വീഡിയോ കുറച്ച് ദീർഘിക്കും. എന്തായാലും ഇതിലെ അവര് പറയുന്നതിലെ തെറ്റ്, വൈരുദ്ധ്യങ്ങളും അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞതിലെ സത്യവും അതിലെ പ്രധാന തെളിവും അത് ഇതിൽ കാണിക്കുന്നതാണ്. ഇൻഷാ അള്ളാ മുൻപ് കാണിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷെ മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ഇരിക്കുക, കാണുക. അപ്പൊ ലമീർ മടങ്ങുന്നത് പറഞ്ഞു. പിന്നെ ഉസ്താദുൽ അസാത്തീദ് എന്ന് പറഞ്ഞത് താങ്കളുടെ ജ്യേഷ്ഠൻ മുഹമ്മദ് അഹ്സനി എന്ന് പറയുന്ന ആ പണ്ഡിതൻ, അദ്ദേഹം നിരവധി ഉസ്താദുമാർക്ക് ഉസ്താദാണ്. ഉസ്താദുൽ അസാത്തീദ് എന്ന് പറഞ്ഞാൽ അത്ര കണ്ടാ മതി നിങ്ങള്, അതിലും മേലൊന്നുമല്ല. ഉസ്താദുൽ അസാത്തീദ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പൊക്കണു എന്നാ പറഞ്ഞത്. മുഹമ്മദ് അഹ്സനി എന്ന് പറയുന്ന ആ വ്യക്തി അള്ളാഹുവിനും അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും എതിരായിട്ടൊന്നും പറഞ്ഞതായിട്ട് ഇന്നേ വരെ ഞാൻ കേട്ടിട്ടില്ല. കേട്ടിട്ടുണ്ടായിരുന്നു എങ്കിൽ ഞാൻ വിമർശിക്കുമായിരുന്നു. എന്നാൽ അദ്ദേഹം ഇന്ന് വരെ അദ്ദേഹത്തെ കുറിച്ച് അന്വേഷിച്ചപ്പോഴൊക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞത് അദ്ദേഹം ഒരു സാത്വികനായ മനുഷ്യനാണ്, ഒരു സൂഫി മാർഗത്തിൽ യാത്ര ചെയ്യുന്ന ആളാണ്. അദ്ദേഹത്തിന് ഒരുപാട് ശിഷ്യന്മാരുണ്ട്. വളരെ വളരെ വർഷങ്ങളായിട്ട്, പതിറ്റാണ്ടുകളായിട്ട് ദർസ് നടത്തുന്ന ആ മനുഷ്യന്റെ കീഴിൽ പഠനം കഴിഞ്ഞിറങ്ങിയ അനേകം അഹ്സനിമാരും അനേകം സഖാഫിമാരും ഒക്കെ ഉണ്ട്. അപ്പൊ അവരെയൊക്കെ ഞാൻ ഉസ്താദ് എന്നാണ് വിളിക്കാറുള്ളത്. ഞാൻ വിമർശിക്കുന്ന ആളുകളെയും ഞാൻ ഉസ്താദ് തന്നെയാണ് വിളിക്കാറുള്ളത്. ആ ഉസ്താദുമാരുടെ ഉസ്താദിനെ ഉസ്താദുൽ അസാത്തീദ് എന്നല്ലാതെ എന്താണ് ഉസ്മാനിക്ക വിളിക്കുക? എന്താണ് നിങ്ങൾ ഈ പറയുന്നത്? അടുത്തൊരു കാര്യമുള്ളത്, ഞാൻ വഹാബിയാണ്, അതുകൊണ്ട് പ്രിയമുള്ളവരെ എന്ന് പറഞ്ഞിട്ട് മറ്റുള്ള ആളുകളുടെ അടുത്ത് പറയുന്നുണ്ട് എന്റെ വീഡിയോ കാണരുത്, കേൾക്കരുത് എന്നൊക്കെ. അതിന് തെളിവ് പറയുന്നത് ഞാൻ പൊന്മള ഉസ്താദിനെ തെറി പറഞ്ഞു, കാന്തപുര ഉസ്താദിനെ തെറി പറഞ്ഞു, പേരോട് ഉസ്താദിനെ തെറി പറഞ്ഞു എന്നുള്ളതാണ്. ഇവിടെ വെല്ലുവിളിക്കുന്നു ഉസ്മാൻ പത്തപിരിയം. ഞാൻ പൊന്മള ഉസ്താദിനെയോ അല്ലെങ്കിൽ പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയെയോ ഒക്കെ എന്തെങ്കിലും തെറി വിളിക്കുന്നതായിട്ട് കാണിച്ചാൽ എന്റെ ചാനൽ ഞാൻ പൂട്ടിപ്പോകാം. പിന്നെ ഇവരെയൊക്കെ ആശയപരമായിക്കൊണ്ടും ആദർശപരമായിക്കൊണ്ടും വിമർശിക്കുന്ന ഞാൻ അവരെയൊക്കെ നല്ലതും പറഞ്ഞിട്ടുണ്ട്. എനിക്ക് മൊത്തം 3 ചാനലുകൾ ഉണ്ട് യൂട്യൂബില്. അതില് മാറി മറിച്ചൊക്കെ ഞാൻ വീഡിയോ ചെയ്യാറുണ്ട്. അതിൽ ഏതിലാണ് വിമർശിച്ചിട്ടുള്ളത്, ഏതിലാണ് നന്മ പറഞ്ഞിട്ടുള്ളത്? താങ്കൾ ഇതൊന്ന് കണ്ടു നോക്കൂ. കാന്തപുരം വിഭാഗം ജാൻവ്യാപി വിഷയത്തിൽ യോജിച്ചുള്ള നിയമ നടപടികൾക്കാണ് ശ്രമിക്കുന്നത്. റിപ്പോർട്ടർ. അൽഹംദുലില്ലാ, ഈ അബ്ദുൽ ഹക്കീം അസ്അരി, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പിതാവ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരി, ഇവരെയൊക്കെ ആദർശപരമായിക്കൊണ്ട് പലതവണ വിമർശിക്കേണ്ടി വന്നിട്ടുള്ള ഒരാളാണ് ഞാൻ. പക്ഷെ അവർ എന്ന് നല്ലത് പറയുന്നുവോ അന്ന് അവർക്കൊപ്പമുണ്ടാകും, അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കുമെന്നും പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ചില ആളുകൾ മുട്ടിലിഴഞ്ഞുകൊണ്ട് സംഘപരിവാർ തിട്ടൂരത്തിന് വശംവദരാകുമ്പോൾ നിലപാട് പറഞ്ഞ അബ്ദുൽ ഹക്കീം അസ്അരിക്ക് അതിനുശേഷം വ്യക്തമായ പ്രസ്താവന മർക്കസിൽ നിന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ പേരിൽ വ്യക്തമായ പ്രസ്താവനയും വന്നിട്ടുണ്ട്. ആ പ്രസ്താവന നമുക്ക് കാണാം, വായിക്കാം. അതോടൊപ്പം പറയാനുള്ളത്, ആദർശപരമായിക്കൊണ്ട് പല ഭിന്നതകളും ഉണ്ടാകും, ആശയപരമായിക്കൊണ്ട് മസാലാപരമായിക്കൊണ്ട് പല തരത്തിലുള്ള ഭിന്നതകൾ ഉണ്ടാകും. ആ ഭിന്നതകൾ സഹോദരങ്ങൾ എന്ന നിലയ്ക്ക് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും വിമർശിക്കുമ്പോൾ തന്നെ അവരുടെ മുഖ്യ ശത്രുവിനെതിരെയുള്ള നിലപാടുകൾക്ക് പിന്തുണ നൽകുക എന്നുള്ള ഒരു ഉത്തരവാദിത്തം ഒരു മുസ്ലിം മതവിശ്വാസി എന്ന നിലയ്ക്ക് എനിക്കുണ്ട്. തീർച്ചയായിട്ടും ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു പ്രസ്താവന തന്നെയാണ് അബ്ദുൽ ഹക്കീം അസ്അരി നടത്തിയത്. ഗ്യാൻവാപ്പി വിഷയം വന്നപ്പോ, അന്യായ വിധി വന്നപ്പോ അബ്ദുൽ ഹക്കീം അസ്അരി പറഞ്ഞ ആ ഉറച്ച നിലപാട് അത് ഞാൻ എടുത്ത് കാണിച്ചിട്ടുണ്ട്, വെട്ടിത്തുറന്ന് അതിനെ ആശ്ലേഷിച്ചിട്ടുണ്ട്, അത് അംഗീകരിച്ചിട്ടുണ്ട്, അഭിവാദ്യം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അന്ന് തന്നെ മർക്കസിൽ നിന്ന് പുറത്തിറങ്ങിയ പത്രക്കുറിപ്പിൽ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരും ആ വിഷയത്തിനെ കൃത്യമായിട്ട് എതിർത്തിട്ടുണ്ട്, അതിനെതിരെ നിലപാട് പറഞ്ഞിട്ടുണ്ട്. താങ്കൾ കേൾക്കൂ, അവർക്ക് അഭിവാദ്യം പറയുന്ന എന്റെ വീഡിയോ കാണൂ. ഏതായാലും ഈ ഒരു അവസരത്തിൽ ഗ്യാൻവാപ്പി മസ്ജിദ് എന്ന് പറയുന്ന മുസ്ലിങ്ങൾ, മുസ്ലിം മതവിശ്വാസികൾ ദൈവത്തിന്റെ ആരാധന നിർവഹിക്കുന്ന ഗ്യാൻവാപ്പി മസ്ജിദിന് അതിനെതിരെ അന്യായ വിധി പ്രഖ്യാപിക്കുകയും ഇതര മതസ്ഥർ അവിടെ വന്നുകൊണ്ട് അവരുടെ ആരാധനകൾ നിർവഹിക്കുകയും ചെയ്യുമ്പോൾ അത് അനീതിയാണ്, അത് അക്രമമാണ് എന്ന് വിളിച്ചു പറഞ്ഞ AP അബൂബക്കർ മുസ്ലിയാർക്കും അദ്ദേഹത്തിന്റെ പ്രിയമകൻ അബ്ദുൽ ഹക്കീം അസ്അരിക്കും അഭിവാദ്യങ്ങൾ, അഭിവാദ്യങ്ങൾ, അഭിവാദ്യങ്ങൾ. അപ്പോ ഞാനൊരു വഹാബിയാണ് എന്ന് വരുത്തി തീർത്തിട്ട് താങ്കൾ നേടുന്നത് എന്താണെങ്കിലും എനിക്ക് വിഷയമല്ല. ഞാനൊരു വഹാബി അല്ല എന്ന് ഞാനാണ് പറയുന്നത്. ഇനി എന്നെ വഹാബി ആക്കി അടങ്ങുമെങ്കിൽ എനിക്കതിന് വിഷയമല്ല. ഞാൻ ഇന്നും ഒരു സുന്നിയാണ്. സുന്നിയാണെന്ന് പറയുമ്പോൾ നിങ്ങൾ കരുതുന്ന സുന്നി അല്ല, വഹാബി അല്ല എന്ന് പറഞ്ഞ പോലെ തന്നെ ഞാൻ പറയണു സമസ്തക്കാരനും അല്ല. ഞാൻ സുന്നിയാണ്, അഹ്ലു സുന്നിയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹിയാണ് എന്റെ
വിശ്വാസം, അതനുസരിച്ചാണ് ഞാൻ ജീവിക്കുന്നതും. പിന്നീട് താങ്കൾ പറഞ്ഞത് ഞാൻ പൊങ്ങച്ചമുള്ള ആളാണ് എന്നുള്ളത്. അല്പസ്വല്പമൊക്കെ ഉണ്ട് എന്ന് കൂട്ടിക്കോളിയും, ക്ഷമിച്ച് കളയും. ഞാൻ അത് ഇല്ലാതാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമം നേരിട്ടിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് ക്ഷമ ചോദിക്കുന്നുണ്ട്. പിന്നെ പറഞ്ഞത് എന്റെ വീഡിയോ നിങ്ങളുടെ സംഘടനയിലുള്ള ആളുകള്, അത് സംഘടനയുടെ പേരൊക്കെ തന്നെ താങ്കൾ പറയുന്നുണ്ട്, എന്റെ വീഡിയോകള് നിങ്ങൾ കരുതിയത് എന്താണ്, വഹാബികൾ മാത്രമേ കാണുള്ളൂ എന്നാ? അല്ല, മുജാഹിദ് പ്രസ്ഥാനങ്ങളിലുള്ള ആളുകൾ കാണുന്നുണ്ട്, സുന്നിയിലുള്ള ആളുകളും കാണുന്നുണ്ട്. അതിലെ കമന്റുകൾ കണ്ട അറിയില്ലേ നിങ്ങൾക്ക്? എന്നെ തെറി പറയുന്നത് നിങ്ങൾ പറയുന്ന നിങ്ങളുടെ സംഘടനയിലൊക്കെ ഉള്ള ആളുകള് കണ്ടിട്ടാണ് പച്ച തെറി എഴുതിയേക്കുന്നത്, കുറ്റപ്പെടുത്തുന്നത്. അപ്പോ എന്റെ വീഡിയോ കാണുന്നതില് നിങ്ങളുടെ സംഘടനയുടെ ആളുകളും ഉണ്ട്, അതിൽ സംശയിക്കൊന്നും വേണ്ട. എന്റെ വീഡിയോ കണ്ടുകൊണ്ടാണല്ലോ ഇപ്പൊ എനിക്ക് നിങ്ങൾ മറുപടി പറഞ്ഞില്ല. അപ്പൊ നിങ്ങൾക്ക് കാണാം, മറ്റുള്ളവർക്ക് കാണാൻ പാടില്ലെന്നോ? ഈ എന്ത് ഉസ്മാനിക്കാത്? ഉസ്മാനിക്ക, അപ്പൊ നിങ്ങൾ അങ്ങനെ പറയല്ലേ. അപ്പോ ചില ആളുകള് എന്റെ ഇങ്ങനെ ഞാൻ വെറുതെ അപ്ലോഡ് ചെയ്തിട്ടാ മതി, ഷെയർ ചെയ്യലൊക്കെ മറ്റുള്ളവർ ചെയ്യും എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. തീർച്ചയായിട്ടും ഞാൻ വെറുതെ അപ്ലോഡ് ചെയ്ത് ഇടുക മാത്രമേ ചെയ്യാറുള്ളൂ. ഷെയർ ചെയ്യുന്നത് മറ്റുള്ള ആളുകളാണ്. കഴിഞ്ഞ മാസം റിയാക്ടിംഗ് വീഡിയോസിൽ എന്റെ വീഡിയോകൾ ഷെയർ ചെയ്യപ്പെട്ടിട്ടുള്ളത് 21,000 ഷെയർ ആണ് വന്നിട്ടുള്ളത്. ലൈക്കും ഏകദേശം അതിനോടടുത്തുണ്ട്. കമന്റുകൾക്കാണ് കുറച്ച് കുറവുണ്ടായിരുന്നത്. ഈ മാസം അത് പരിഹാരമായിട്ടുണ്ടാവും. ഇപ്പൊ കഴിഞ്ഞ 2 ദിവസമായിട്ടുള്ള വീഡിയോകളിലൊക്കെ വെള്ളം നിറച്ചും കമന്റ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇൻഷാല്ല നിങ്ങൾ കമന്റ് ചെയ്യുക. അത് എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾ കമന്റ് ചെയ്യുക, കമന്റ് ചെയ്യാതിരിക്കരുത് എന്നുള്ളതാണ് എന്റെ ഒരു ആവശ്യമുള്ളത്. അതൊരു ഭാഗ്യമല്ല, ഒരു യാഥാർത്ഥ്യമാണ് എന്നുള്ളത് മനസ്സിലാക്കുക. പിന്നെ വിമർശിക്കുക എന്നത് ഹറാമൊന്നുമല്ല. വിമർശിക്കുന്നു എന്നുള്ള ഒരു പരാതിയാണ് മൂപ്പര് പറഞ്ഞിട്ടുള്ളത്. വിമർശിക്കുക എന്നുള്ളത് ഹറാമൊന്നുമല്ല ഉസ്മാൻ സാഹിബെ, നിങ്ങള് അത് മനസ്സിലാക്കുക. പിന്നെ സുഹരി എന്റെ ഫ്രണ്ടാണ് എന്നൊരു ആരോപണം അദ്ദേഹം ആരോപിച്ചിട്ടുണ്ട്. സുഹരി എന്ന് പറയുന്ന സിദ്ദീഖ് സുഹരി നിസാമി പൊഴുതന, അദ്ദേഹത്തെ വളരെ വ്യക്തമായിക്കൊണ്ട് വിമർശിക്കുന്ന ഒരാളാണ് ഞാൻ. എന്റെ വീഡിയോകളിൽ എന്റെ 3 ചാനലിലും അദ്ദേഹത്തെ വിമർശിച്ചുകൊണ്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. മൂപ്പരോട് നിങ്ങൾ കള്ളക്കറാമത്ത് പറയാൻ പറയും, ഞാൻ മൂപ്പരെ പച്ചക്ക് വിമർശിക്കുന്നത് കാണിച്ചു തരാം. എന്റെ ഫ്രണ്ടാണ് വെച്ചാൽ ഞാൻ വിമർശിക്കുവോ? എന്താണ് ഉസ്മാൻ സാഹിബെ നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞു വീണ്ടും പറയണം, അന്തല്ലേ? ഇങ്ങനെ ചോദിക്കുമ്പോ ഇതൊരു ചീത്ത പറയല്ലോ. അല്ല, ഞാൻ വിമർശിക്കുന്ന ഒരാൾ എന്റെ വലിയ ചങ്കാണെന്നൊക്കെ പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ പറ്റൂല. പിന്നെ സുഹരി പറയുന്നത് നിങ്ങൾ കേൾപ്പിക്കുന്നുണ്ട്. പ്രിയമുള്ളവർ, ആ വീഡിയോയും ഞാൻ കാണിക്കുന്നില്ല. കാര്യം സുഹരിയുടെ വീഡിയോ ഇദ്ദേഹം ചെയ്യുന്നത് അത് ഇവരുടെ കാറിൽ കൊണ്ടുപോയിട്ട് ഭീഷണിപ്പെടുത്തിയിട്ട് പോലീസ് സ്റ്റേഷനിലേക്കൊക്കെ കൊണ്ടുപോകുമ്പോ അവിടെ നിന്നും ഇവർക്ക് ഐഡിയ പറഞ്ഞു കൊടുക്കുന്നത് സഫാൻ സഖാഫിയാണ്. സഫാൻ സഖാഫി അന്നുള്ളത് മക്കത്താണ്. വീഡിയോ കോൾ ചെയ്തുകൊണ്ടാണ് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. അന്ന് കേസ് കൊടുക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭീഷണിപ്പെടുത്തി അയാളെ കൊണ്ട് ഇവർക്ക് അനുകൂലമായിട്ട് ഒരു വീഡിയോ ചെയ്യിപ്പിച്ചു. ആ വീഡിയോ ചെയ്തത് എനിക്ക് പോലും റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നതിന് മുമ്പ് തന്നെ സുഹരി എന്ന് പറയുന്ന സിദ്ദീഖ് സുഹരി നിസാമി റിമൂവ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ആ വീഡിയോ ഡൗൺലോഡ് ചെയ്തു വെച്ച ഇവര് അതാണ് ഇപ്പൊ തെളിവായിട്ട് ഇടുന്നത്. ആ വീഡിയോ സിദ്ദീഖ് സുഹരിയെ കൊണ്ട് ചെയ്യിപ്പിച്ചത് ഭീഷണിപ്പെടുത്തിയിട്ടാണ് എന്നുള്ള കാര്യം പിന്നീട് സിദ്ദീഖ് സുഹരി പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് കേൾക്കാം നമുക്ക്. അത് അവരെയും കൂടി കൂട്ടിയിട്ട് കേസ് കൊടുക്കാനാണ് തീരുമാനിച്ചത് എന്ന് പറഞ്ഞ് അവര് കേസ് കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടുന്ന് തിരിച്ചു. പിറ്റേ ദിവസം രാവിലെ 10 മണിയാകുമ്പോഴേക്കും അവരുടെ അറിവിൻ നിലാവിന്റെ വാഹനം വന്നു. പക്ഷെ അത് വേറൊരാള് മുഖേന വേറെ ഉസ്താദ് പറഞ്ഞത് ആ വാഹനത്തിൽ പോയിട്ട് തീരുമാനിച്ചിട്ട് തിരിച്ചു പോരാം. നിങ്ങൾ അവർ വെറുതെ വിടും. നിങ്ങൾ അവർക്ക് അനുകൂലമായി പറഞ്ഞാൽ അവർക്ക് പ്രശ്നമൊന്നുമില്ല, അവര് വെറുതെ വിടും, മാപ്പെഴുതി കൊടുക്കണം എന്നൊക്കെ അവര് പറഞ്ഞു. ആ ഉസ്താദ് ആരാണെന്ന് ഇപ്പോൾ ഞാൻ പറയുന്നില്ല. അങ്ങനെ അവരുടെ വാഹനത്തിൽ ഞാൻ പോവുകയാണ്. ആരുടെ വാഹനത്തിൽ? അറിവിൻ നിലാവിന്റെ ചില ആളുകളുടെ വാഹനത്തിലാണ് പോകുന്നത്. അപ്പോ അവർക്ക് കിട്ടേണ്ടത് മുഴുവനും അവര് എന്നെ കൊണ്ട് പറയിപ്പിച്ചിട്ടുണ്ട്. കാരണം സ്റ്റേഷനാണ് പോകുന്നത്, കേസാണ്, നൂലാമാലയാണ്. അപ്പൊ അവർക്കിടയിൽ ഇത് വലിയ പ്രശ്നമായി മാറും. അവർക്ക് അവരുടെ ഇടയിൽ, ഗ്യാങ്ങിന്റെ ഇടയിൽ ഞാൻ അങ്ങ് ഒറ്റപ്പെട്ടല്ലോ. അപ്പൊ അവർക്ക് അനുസരിച്ചല്ലേ പറയാൻ പറ്റുള്ളൂ. അങ്ങനെ അവര് പലതും എന്നെ കൊണ്ട് പറയിപ്പിച്ചിട്ടുണ്ട്, റെക്കോർഡ് ചെയ്തിട്ടുമുണ്ട്. കേൾക്കുന്നുണ്ടല്ലോ. അപ്പോ ആ വിഷയം സിദ്ദീഖ് സുഹരി ഭീഷണിപ്പെടുത്തിയതിന്റെ ഭാഗമായിക്കൊണ്ട് പറഞ്ഞതാണ്. ഇനി അതിലൊരു തെളിവ് ഞാൻ പറഞ്ഞുതരാം. ആ വീഡിയോ നിങ്ങൾ കാണണമെങ്കിൽ ഉസ്മാൻ സാഹിബിന്റെ ചാനലില് ഉസ്മാൻ പത്തപ്പിരി എന്ന് അടിച്ചാൽ മതി, അതിൽ പോയി കണ്ടോളിയും. അതിൽ കാണിച്ചിട്ടുള്ളത് ഫളില് എന്ന് പറയുന്ന ഫളിൽ റഹ്മാൻ, അയാള് രണ്ട് ഫോണുകൾ ഇങ്ങനെ എടുത്തിട്ട്
അതിൽ പേരുകൾ സേവ് ചെയ്യുക. എന്നിട്ട് ഈ ഫോണിൽ നിന്ന് ആ ഫോണിക്ക് മെസ്സേജ് അയക്കുക, ഈ ഫോണിൽ നിന്ന് ഈ ഫോണിക്ക് മെസ്സേജ് അയക്കുക. അങ്ങനെയാണ് ആ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് എന്നുള്ളതാണ് സുഹൈരി നിസാമി ആ വീഡിയോയിലൂടെ പറയുന്നത്. എന്നാൽ അങ്ങനെയല്ല, മറ്റൊരു തരത്തിലാണെന്നുള്ളത് ഈ വീഡിയോയില് ഇപ്പോ ഉസ്മാൻ പത്തപ്പിരിയം എന്ന് പറയുന്ന ഈ സാധുവിന്റെ വീഡിയോയിലുണ്ട്. പിന്നെ നിങ്ങൾ സഫ്വാന് വിളിച്ച ഒരു വോയിസ് ഒക്കെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. ഇതിന് ശേഷം ഈ വിവാദങ്ങളൊക്കെ ഉണ്ടായതിനു ശേഷം നിലനിൽപ്പിന് വേണ്ടിയിട്ട് കുറെ ചാറ്റുകളും കോളുകളും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. ആ വോയിസിൽ പറയുന്നത്, സഫ്വാൻ പറയുന്നത് എന്താണ്, അത് ഓൺ ഉണ്ടാക്കിയതാണ്. നിങ്ങളും പറയുന്നത് എന്താണ്, അത് ഫളിൽ ഉണ്ടാക്കിയതാണ്. ഒരു ഭാഗത്ത് പറയുന്നത് ഫളിൽ 2 ഫോണുകൾ ഉപയോഗിച്ചുകൊണ്ട്, അയാളുടെ 2 ഫോണുകൾ ഉപയോഗിച്ചുകൊണ്ട് 2 അക്കൗണ്ടുകൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് സ്ക്രീൻഷോട്ട് ഉണ്ടാക്കുകയാണെന്ന് ഒരു ഭാഗത്ത് പറയുന്നുണ്ട്. അത് സിദ്ദീഖ് സൂര്യനെ കൂടി പറയിപ്പിച്ചത്. പിന്നീട് നിങ്ങളുടെ സംസാരത്തില് നിങ്ങളും സഫ്വാൻ സക്കാഫിയും തമ്മിലുള്ള സംസാരത്തിൽ പറയുന്നത് അത് ഫളിലിന്റെ കയ്യിലായിരിക്കും സഫ്വാൻ സക്കാഫിയുടെ ഫോൺ ഉണ്ടാവാറുള്ളത്. ചില ക്ലാസ്സുകൾ നടക്കുകയോ മജ്ലിസുകൾ നടക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ഫളിലിന്റെ കയ്യിലാണ് സഫ്വാൻ സക്കാഫിയുടെ ഫോൺ ഉണ്ടാവാറുള്ളത്. അപ്പൊ എടുത്തിട്ട് മെസ്സേജ് ചെയ്താണെന്ന് പറയുന്നുണ്ട്. ഇത് രണ്ടും തള്ളിക്കൊണ്ട് സഫ്വാൻ സക്കാഫിയുടെ വോയിസ് ഞാൻ ഇവിടെ കേൾപ്പിക്കാം. പിന്നെ ആ സ്ത്രീയുമായിട്ടുള്ള സംസാരത്തിൽ പറയുന്നുണ്ട് അവര് അത്ര വിശ്വാസമാണ്, അവര് ഫോൺ ഹാക്ക് ചെയ്തതാണെന്ന് സംശയിക്കുന്നുണ്ട് എന്നും പറയുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഈ വീഡിയോ ദീർഘിപ്പിച്ച് കൊണ്ടുപോകുന്നില്ല. നിങ്ങൾക്ക് സഫ്വാൻ സക്കാഫിയുടെ കയ്യിൽ വന്ന ഏറ്റവും വലിയ തെറ്റും അബദ്ധവും അതെന്താണെന്നുള്ളത് ഇവിടെ തെളിവ് സഹിതം ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഉസ്മാൻ പത്തപ്പിരിയം പറയുന്നതും അതുപോലെ തന്നെ സഫ്വാൻ സക്കാഫി ഇവിടെ തെളിവ് നിരത്തി പറയാൻ ശ്രമിക്കുന്നതും ഒക്കെ അദ്ദേഹത്തിന്റെ ഫോണിൽ നിന്നും വാട്സപ്പിലൂടെ പോയ ചില ടെക്സ്റ്റുകള്, അതിൽ പരാമർശിച്ചിട്ടുള്ള ചില കാര്യങ്ങള് അത് അദ്ദേഹമല്ല ചെയ്തത്, അത് ഫളിൽ റഹ്മാൻ ചെയ്തതാണ് എന്നുള്ളതാണ് ഇവരൊക്കെ പറയാൻ ശ്രമിക്കുന്നത്. പ്രിയപ്പെട്ട ഉസ്മാൻ സാഹിബെ, നിങ്ങൾക്ക് സത്യസന്ധതയുണ്ടെങ്കിൽ, സത്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ അതനുസരിച്ച് നീങ്ങും എന്ന് പറയുന്ന ആ ഒരു ആംബിയർ താങ്കൾ കാണിച്ചില്ലേ, ഉണ്ടെങ്കിൽ താങ്കൾ ദയവ് ചെയ്തിട്ട് ഇനിയുള്ള 2 മിനിറ്റ് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ആ സത്യം ബോധ്യമാവും. അത് ബോധ്യമായാലും ബോധ്യപ്പെട്ടു എന്ന് പറയാനുള്ള മനസ്സ് വേണം. കണ്ണടച്ചിരുട്ടാക്കിയിട്ട് കാര്യമില്ല. നിങ്ങൾ കേൾക്ക്. ലുലു അറിയുന്നതിന് മുമ്പ് നിങ്ങൾ എന്നോട് പറയേണ്ടിയിരുന്നു എന്നുള്ളത് അത് എന്നോട് ചെയ്ത വിശ്വാസവഞ്ചനയല്ല. അത് ഞാൻ അങ്ങനെ കണക്കെടുക്കണില്ല. ഞാൻ ആദ്യം മനസ്സിലാക്കി എന്ത് ലുലുവിനെ തെറ്റിദ്ധാരണ ലുലു എന്നോട് പറഞ്ഞപ്പോൾ ഞാനും വിചാരിച്ചു ലുലുവിൻ്റെ മെസ്സേജുകൾ എൻ്റെ ഫോൺ അത്രയും ഓപ്പൺ ആണല്ലോ, അങ്ങനെ കുത്തി കുറിച്ചോൾ എന്നോട് അങ്ങനെ ഒന്നും ചോദിച്ചിട്ടില്ല. അപ്പോൾ അത് തിരുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഓളെ മുമ്പ് ലൗഡ് സ്പീക്കർ ഇട്ട് നിങ്ങൾക്ക് വിളിച്ചത്. അപ്പോൾ നിങ്ങളടുത്തൊന്നും ഇങ്ങനെ കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചത് ഇതിൽ എന്തോ ഉണ്ടല്ലോ, കാര്യമായിട്ട് തന്നെ എന്തോ ഉണ്ടല്ലോ. ഞാൻ ഇത് കാര്യമാക്കിയിട്ടില്ല. പിന്നെയാണ് ഡയറക്റ്റ് ഓൾക്ക് വിളിച്ചതും. ലുലു എന്നോട് കൂടി പറയാതെയാണ് അല്ലേ, എന്നോട് പറയല്ലേ ഓക്ക് വിളിച്ചത് അല്ലേ, ഇത് തലയാട്ടിയോണ്ട് ഇതിൽ കേൾക്കില്ല ആണ്. എന്നോട് കൂടി പറയാതെയാണ് ലുലു എന്ത് ചെയ്ത് ഓക്ക് വിളിച്ചത്. എന്നോട് കൂടി പറയാതെയാണ് ഓക്ക് വിളിച്ചത്, ഓളെ ധാരണകൾ തിരുത്തിയത്. എനിക്ക് ഓളും കുട്ടി തന്നെ ഉള്ളൂ ജീവിതത്തിൽ, അല്ലാതെ വേറൊരു പെണ്ണും അന്നും ഒന്നും എന്നും പറയില്ല തന്നെയാണ്. ഓലല്ലാതെ ഓല് രണ്ടാളല്ലാതെ എൻ്റെ ജീവിതത്തിൽ എന്തില്ല വരാല്ല. ഞാൻ പറയുന്നോട് എനിക്ക് വിഷമമുണ്ടോ? ഇത് തലയാട്ടിയോണ്ട് ഇതിൽ കേൾക്കില്ല ഉണ്ടോ ഇല്ലേ? ഓക്കെ, മനസ്സിലായല്ലേ? അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എന്തുണ്ടെങ്കിലും എന്നോട് പറയാം, എന്തുണ്ടെങ്കിലും പറയാം. അല്ലെങ്കിൽ യാതൊരു കുഴപ്പം മാനൂനില്ല കേട്ടോ, ഇൻഷാ അല്ലാ. പിന്നെ നിങ്ങളിൻ്റെ ഭാവി ആലോചിച്ചിട്ടാണ് പറഞ്ഞത്. ഞാനൊന്നിലും പെടരുത് എന്നൊക്കെ നിങ്ങൾ കരുതിയിട്ടാണ് നിങ്ങൾ പറഞ്ഞത്. പിന്നെ ലുലു എന്നോട് പറഞ്ഞു മനോക്ക് ആ സ്ക്രീൻഷോട്ട് ആരെങ്കിലും വിട്ട് കഴിഞ്ഞാൽ അതൊക്കെ പണിയാവും. സംഗതിയൊക്കെ ശരിയാണ്, ഒക്കെ പുറത്ത് വിട്ട് കഴിഞ്ഞാൽ ആകെ പണിയാവും. പക്ഷെ ആ സ്ക്രീൻഷോട്ട് ഞാൻ ആ കിസ് അടിച്ചാന്ന് പറഞ്ഞത് അങ്ങനെ ഓളോട് കിസ് ചോദിച്ചൊന്നല്ല, ആ നിലക്കാണ്. പിന്നെ ഓളെ എനിക്ക് അത്രയും വിശ്വാസമാണ്, ഓളെ ഫാമിലിനെയും അത്രയും വിശ്വാസമാണ്. അത്രയും വിശ്വാസമായത് കൊണ്ടാണ് അതേമാർക്ക് അങ്ങോട്ട് ചോദ്യം വിട്ടത്, അല്ലാതെ വേറൊന്നുമല്ല. ഞാൻ നോക്കേ ഉസ്മാൻ സാഹിബേ, നിങ്ങൾക്ക് പറഞ്ഞ വാക്ക് പാലിക്കും എന്നൊരു സ്വഭാവമുണ്ടെങ്കിൽ അത് ഒരു വിശ്വാസിയുടെ സ്വഭാവമാണ് എന്ന ഉറച്ച വിശ്വാസം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ പോയി ചോദിക്കണം. ഒരിക്കൽ കൂടി ഞാൻ ആ വോയിസ്, ഇപ്പൊ നമ്മൾ കേട്ട വോയിസിന്റെ അവസാന ഭാഗം ഒരിക്കൽ കൂടി കേൾപ്പിക്കുന്നു. ഇത് ഉസ്മാൻ പത്തപ്പിരിയത്തിന്റെ സ്പെഷ്യൽ ഡെഡിക്കേഷൻ. കേൾക്കി. ഞാനൊന്നിലും പെടരുത് എന്നൊക്കെ നിങ്ങൾ കരുതിയിട്ടാണ് നിങ്ങൾ പറഞ്ഞത്. പിന്നെ ലുലു എന്നോട് പറഞ്ഞു മനോക്ക് ആ സ്ക്രീൻഷോട്ട് ആരെങ്കിലും വിട്ട് കഴിഞ്ഞാൽ അതൊക്കെ പണിയാവും. സംഗതിയൊക്കെ ശരിയാണ്, ഒക്കെ പുറത്ത് വിട്ട് കഴിഞ്ഞാൽ ആകെ പണിയാവും. പക്ഷെ ആ സ്ക്രീൻഷോട്ട് ഞാൻ ആ കിസ് അടിച്ചാന്ന് പറഞ്ഞത് അങ്ങനെ ഓളോട് കിസ് ചോദിച്ചൊന്നല്ല, ആ നിലക്കാണ്. പിന്നെ ഓളെ എനിക്ക് അത്രയും വിശ്വാസമാണ്, ഓളെ ഫാമിലിനെയും അത്രയും വിശ്വാസമാണ്. അത്രയും വിശ്വാസമായത് കൊണ്ടാണ് അതേമാർക്ക് അങ്ങോട്ട് ചോദ്യം വിട്ടത്, അല്ലാതെ വേറൊന്നുമല്ല. ഞാൻ നോക്കേ ഉസ്മാൻ സാഹിബേ, താങ്കൾ പറഞ്ഞ വാക്ക് പാലിക്കണം എന്ന നിർബന്ധ ബുദ്ധി ഉണ്ടെങ്കിൽ
ഉണ്ടെങ്കിൽ പോയി ചോദിക്കേ. ആര് വിട്ടു എന്നാ പറയണത്? അവര് അത്രക്ക് വിശ്വാസം ഉള്ളത് കൊണ്ടാണ്. ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടൊന്നുമല്ല. എങ്ങനെ ഉദ്ദേശിച്ചിട്ടാണെങ്കിലും എങ്ങനെ ഉദ്ദേശിച്ചിട്ടല്ലെങ്കിലും കിസ് ചോദിച്ചിട്ടുള്ള ടെക്സ്റ്റ് വിട്ടത് ആരാണെന്ന് പറയുന്നത്? ഫാദിലല്ല. നിങ്ങൾ ഒക്കപ്പാടെ കേറിയിട്ട് ഫാദിലിന്റെ മണ്ടക്കൊണ്ടേ ഇടണ്ട. സഫ്വാൻ സക്കാഫി പറഞ്ഞ കാര്യമാണെന്ന് സഫ്വാൻ സക്കാഫി സമ്മതിക്കണു. പിന്നെ എന്താണ് ഉസ്മാൻ സാഹിബ് ഇങ്ങക്കൊക്കെ ഇത്ര ഒരു ഇളക്കവും പറച്ചിലും അല്ലേ? നിങ്ങൾ പറഞ്ഞല്ലോ സഫ്വാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ചോദിക്കും ഉസ്മാൻ സാഹിബെ, നിങ്ങൾ പറഞ്ഞ വാക്ക്, ആ വാക്കിനൊരു വിലയുണ്ട്. നിങ്ങൾ വാക്ക് പാലിക്കുന്നവനാണെങ്കിൽ നിങ്ങൾ പോയി ചോദിക്ക്, ഇതേ ഞങ്ങളൊക്കെ ചെയ്തിട്ടുള്ളൂ, നിങ്ങൾ എന്തിനാണ് ഈ അടിക്കടി ഇങ്ങനെ വീഡിയോ ഇടുന്നത്? തെറ്റ് ആരെടുത്താണ് എന്നുള്ളത് മനസ്സിലാക്കാൻ ഈ വോയിസിന്റെ അവസാനത്തെ സെക്കൻഡുകൾ മതി. അതിൽ പറയുന്നുണ്ട് കിസ് ചോദിച്ചത് സഫ്വാനാണെന്ന്. എന്നിട്ട് നിങ്ങൾ പറയണ സഫ്വാൻ അല്ലാന്ന്. സഫ്വാൻ പറയണു സഫ്വാനാണെന്ന്. പിന്നെ നിങ്ങളെ അടുത്ത് വന്ന് പറഞ്ഞത് ഈ തെളിവ് ചോദിച്ചു നോക്ക്. അപ്പൊ എന്റെ സഫ്വാനെ ഇജ്ജല്ലേ, എന്റെ തൊള്ളിയിൽ നാവുകൊണ്ടല്ലേ സഫ്വാനെ ഈ പറയണത് എന്നൊന്ന് ചോദിച്ചു നോക്കൂ ഉസ്മാൻ സാഹിബെ. അല്ലേ? നിങ്ങളോട് ക്രമം തെറ്റിയിട്ട് ഞാനൊരു വാക്കും പറഞ്ഞിട്ടില്ല. എന്റെ ഒരു ശൈലി ഇതാണ്. ഈ രൂപത്തിൽ ഞാൻ സംസാരിക്കുമ്പോൾ അതൊരു തെരുവിളിയാണോ എന്നോ അല്ലെങ്കിൽ ഒരു മോശപ്പെട്ട വാക്കാണെന്നോ നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ക്ഷമിക്കുക. നമ്മളിവിടെ സത്യസന്ധമായിട്ടാണ് കാര്യങ്ങൾ പറയുന്നത്. തെളിവില്ലാതെ ആരെ കുറിച്ചും ഇങ്ങനെ ഒരു ആരോപണം നടത്തൂല ഉസ്മാൻ സാഹിബെ. പിന്നെ ഇതിലേക്ക് ഇറങ്ങിയത് മുഹമ്മദ് അഹ്സനിയെ ക്രമം തെറ്റിയ വാക്കുകളിലൂടെ സഫ്വാൻ സക്കാഫി വിളിച്ചപ്പോ മുഹമ്മദ് അഹ്സനി കുറെ ഉസ്താദന്മാർക്ക് ഉസ്താദും ഇപ്പോഴും ദർസ് പഠിക്കുന്ന കുറെ കുട്ടികൾക്ക് ഉസ്താദും ഒക്കെയാണ്. അത് മാത്രമല്ല, സഫ്വാൻ സക്കാഫി എന്ന് പറയുന്ന ആള് അദ്ദേഹം ഒരു മജ്ലിസൊക്കെ നടത്തിയിട്ട് വലിയ സംഭവമായിട്ട് ഇരിക്കുന്ന ആളുമാണ്. അപ്പോ അവരുടെ ഇടയിൽ ഒരു പ്രശ്നം ഉണ്ടായപ്പോ അതാണ് നമ്മൾ പുറത്തേക്ക് ഇട്ടത്. അപ്പൊ ഉസ്മാൻ പത്തപീയത്തിനോട് പറയാനുള്ളത്, തെറ്റ് നിങ്ങളെ പെങ്ങളൂട്ടിയുടെ അടുത്താണ്. അത് മനസ്സിലാക്കാനുള്ള കഴിവ് നിങ്ങൾക്കില്ലെങ്കിൽ നമ്മളെ നെഞ്ചത്തേക്ക് കേറിയിട്ട് കാര്യമില്ല ഉസ്മാൻ സാഹിബെ. നിങ്ങളോട് മാന്യമായിട്ടേ ഞാൻ സംസാരിച്ചിട്ടുള്ളൂ. നിങ്ങളെ ഞാൻ തെറി വിളിച്ചിട്ടില്ല. പിന്നെ ഏത് ലമീർ എന്നിലേക്ക് മടങ്ങിയാലും എനിക്ക് വിഷയവുമില്ല. താങ്കൾ ഈ വീഡിയോയിലൂടെ വളരെ മാന്യമായിട്ടാണ് സംസാരിച്ചത്. ഞാനും താങ്കളോട് മാന്യമായിട്ട് തന്നെയാണ് സംസാരിക്കുന്നത്. മാന്യന്മാരുടെ മാന്യമായിട്ട് ഇടപെടുക എന്നുള്ളതാണ് എന്റെ സ്വഭാവം. ഇൻഷാ അല്ലാഹ് ഈ വീഡിയോ ആയിട്ട് ചെയ്യുന്നു. അടുത്ത വീഡിയോയുമായിട്ട് വന്നിട്ട് വീണ്ടും താങ്കള് എന്തിനാണ് കൊച്ചാവുന്നത്? ഞാൻ കൊച്ചാക്കല്ല താങ്കളെ. താങ്കളുടെ പെങ്ങളെ കുട്ടി ചെയ്ത കാര്യങ്ങള് അത് റോങ് ആണ്. അതിനിപ്പോ എന്തിന്റെ പേരിൽ താങ്കൾ വെളുപ്പിക്കാൻ നടന്നിട്ടും കാര്യമില്ല. ആ വോയിസ് ഒരിക്കൽ കൂടി ഇതിന്റെ ബാക്കിൽ ചേർക്കുന്നുണ്ട്. അതിന്റെ അവസാനത്തെ ആ ഭാഗം, ആ സെക്കൻഡുകൾ ഒന്ന് കേട്ടു നോക്കി. കേട്ടില്ലേ? അപ്പൊ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും. ഇൻഷാ അല്ലാഹ് ഈ വീഡിയോ ആയിട്ട് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ലുലു അറിയുന്നതിന് മുമ്പ് നിങ്ങൾ എന്നോട് പറയേണ്ടിയിരുന്നു എന്നുള്ളത് അത് എന്നോട് ചെയ്ത വിശ്വാസവഞ്ചനയല്ല. അത് ഞാൻ അങ്ങനെ കണക്കെടുക്കണില്ല. ഞാൻ ആദ്യം മനസ്സിലാക്കി എന്ത് ലുലുവിനെ തെറ്റിദ്ധാരണ ലുലു എന്നോട് പറഞ്ഞപ്പോൾ ഞാനും വിചാരിച്ചു ലുലുവിൻ്റെ മെസ്സേജുകൾ എൻ്റെ ഫോൺ അത്രയും ഓപ്പൺ ആണല്ലോ, അങ്ങനെ കുത്തി കുറിച്ചോളിനോട് അങ്ങനെ ഒന്നും ചോദിച്ചിട്ടില്ല. അപ്പോൾ അത് തിരുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഓളെ മുമ്പ് ലൗഡ് സ്പീക്കർ ഇട്ട് നിങ്ങൾക്ക് വിളിച്ചത്. അപ്പോൾ നിങ്ങളടുത്തൊന്നും ഇങ്ങനെ കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിൽ എന്തോ ഉണ്ടല്ലോ, കാര്യമായിട്ട് തന്നെ എന്തോ ഉണ്ടല്ലോ. ഞാൻ ഇത് കാര്യമാക്കിയിട്ടില്ല. പിന്നെയാണ് ഡയറക്റ്റ് ഓൾക്ക് വിളിച്ചതും. ലുലു എന്നോട് കൂടി പറയാതെയാണ് അല്ലേ? എന്നോട് പറയാതെ ഓക്ക് വിളിച്ചത് അല്ലേ? ഇത് തലയാട്ടിയോണ്ട് ഇതിൽ കേൾക്കില്ല. ആണ് എന്നോട് കൂടി പറയാതെയാണ് ലുലു എന്ത് ചെയ്ത് ഓക്ക് വിളിച്ചത്. എന്നോട് കൂടി പറയാതെയാണ് ഓക്ക് വിളിച്ചത്. ഓളെ ധാരണകൾ തിരുത്തിയത്. എനിക്ക് ഓളും കുട്ടി തന്നെ ഉള്ളൂ ജീവിതത്തിൽ. അല്ലാതെ വേറൊരു പെണ്ണും അന്നും ഒന്നും എന്നും പറയില്ല തന്നെയാണ്. ഓലല്ലാതെ ഓല് രണ്ടാളല്ലാതെ എൻ്റെ ജീവിതത്തിൽ എന്തില്ല വരാല്ല. ഞാൻ പറയുന്നോട് വിഷമമുണ്ടോ? ഇത് തലയാട്ടിയോണ്ട് ഇതിൽ കേൾക്കില്ല ഉണ്ടോ ഇല്ലേ? ഓക്കെ, മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എന്തുണ്ടെങ്കിലും എന്നോട് പറയാം, എന്തുണ്ടെങ്കിലും പറയാം. അല്ലെങ്കിൽ യാതൊരു കുഴപ്പം മാനൂനില്ല കേട്ടോ. ഇൻഷാ അല്ലാഹ്. പിന്നെ നിങ്ങളിൻ്റെ ഭാവി ആലോചിച്ചിട്ടാണ് പറഞ്ഞത്. ഞാനൊന്നിലും പെടരുത് എന്നൊക്കെ നിങ്ങൾ കരുതിയിട്ടാണ് നിങ്ങൾ പറഞ്ഞത്. പിന്നെ ലുലു എന്നോട് പറഞ്ഞു മനോക്ക് ആ സ്ക്രീൻഷോട്ട് ആരെങ്കിലും വിട്ട് കഴിഞ്ഞാൽ അതൊക്കെ പണിയാവും. സംഗതിയൊക്കെ ശരിയാണ്. ഒക്കെ പുറത്ത് വിട്ട് കഴിഞ്ഞാൽ ആകെ പണിയാവും. പക്ഷെ ആ സ്ക്രീൻഷോട്ട് ഞാൻ ആ കിസ് അടിച്ചാന്ന് പറഞ്ഞത് അങ്ങനെ ഓളോട് കിസ് ചോദിച്ചൊന്നല്ല, ആ നിലക്കാണ്. പിന്നെ ഓളെ എനിക്ക് അത്രയും വിശ്വാസമാണ്. ഓളെ ഫാമിലിനെയും അത്രയും വിശ്വാസമാണ്. അത്രയും വിശ്വാസമായത് കൊണ്ടാണ് അതേമാർക്ക് അങ്ങനത്തെ ചോദ്യം വിട്ടത്. അല്ലാതെ വേറെ ഒന്നുമല്ല. ഞാൻ നോക്കേ